ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന പുതിയൊരു ബോർഡാണ്. അതായത് ഡെനക്സോഡിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു 6 ചാനൽ ഹൈഫൈ ഗെയിനർ ബോർഡാണ്. നമ്മൾ നോർമലി കാണുന്നതിനേക്കാളും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ സ്വന്തം ഡിസൈനിങ് ചെയ്തെടുത്തിട്ടുള്ളൊരു ഇതാണ്. നല്ല ക്വാളിറ്റി ഔട്ട്പുട്ടും അതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടൊക്കെ ആംപ്ലിഫയറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂയും അതുപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് ടെസ്റ്റിംഗ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് 6 ചാനലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് എന്ന് പറയുന്നത്. അതായത് നോർമൽ നമ്മൾ ഗെയിനർ ബോർഡ് കണ്ടിരിക്കുന്നത് സിംഗിൾ ചാനലിന് അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോയ്ക്ക് ഒരു ബോർഡ് എന്ന രീതിക്കാണ് പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ മൾട്ടിപ്പിളായിട്ട് വയറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നോയ്സ് കാര്യങ്ങളൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇത് അതൊന്നും ഇല്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ആംപ്ലിഫയറിലേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 3 കൺട്രോളൊക്കെ കൊടുത്താണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഡുവൽ എന്ന രീതിയിൽ, അതായത് 6 ചാനലിൽ 3 കൺട്രോൾ എന്ന രീതിക്കാണ് ഇതിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ PCBയിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു PCBയിലാണ് നമ്മളിത് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നല്ല കമ്പോണൻസ് ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി കമ്പോണൻസുകളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അത് എടുത്തു പറയേണ്ടത് ഒരു ചാനലിന് 2 IC ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നോർമലി ഉള്ള ഗെയിനർ ബോർഡിൽ നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ, സിംഗിൾ IC ആണ് പലപ്പോഴും കൊടുക്കാറ്. അപ്പോൾ അതിൻ്റെ കൊണ്ട് തന്നെ നമുക്ക് നോയ്സ് അത്ര കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി നമുക്ക് ഔട്ട്പുട്ടിൽ അത്ര ഗെയിൻ ബൂസ്റ്റിംഗ് ശരിക്കും വരുന്നില്ല. ഇത് നല്ലൊരു ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പം G-സ്റ്റാറിൻ്റെയൊക്കെ കളർ ഡിസ്പ്ലേ കണ്ട് കാണും. അതിനൊക്കെ ആകുമ്പോൾ ചെറിയൊരു നോയ്സ് അതിൻ്റെ പ്രീ ഔട്ടിൽ നിന്ന് വരുന്നുണ്ട്. ആ നോയ്സിനെയൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഈ ബോർഡ് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതായത് കുറച്ചൊരു ഗെയിൻ കുറയ്ക്കാനാണെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു 2 മടങ്ങ് കൂട്ടാനാണെങ്കിലും നമുക്ക് ഈ ചാനൽ ഇത് ബോർഡ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇതിൻ്റെ ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസ് മാത്രമേ നമ്മളിതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ കമ്പോണൻസ് ഒക്കെ ആണെങ്കിലും കപ്പാസിറ്റർ ആണെങ്കിലും റെസിസ്റ്റർ ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റി കമ്പോണൻസുകൾ മാത്രമേ നമ്മളിതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ആംപ്ലിഫയറിനും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമർക്കും വേണ്ടിയാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡെനക്സിൻ്റെ ഒരു 4ാമത്തെ പ്രൊഡക്റ്റാണ്. നമ്മളിതിന് മുമ്പ് 5 ചാനലും അതുപോലെ തന്നെ ഒരു സ്റ്റീരിയോ ബോർഡും മോണോ ബോർഡൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തൊരു ബോർഡാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നൊരു ബോർഡാണ്. കാരണം G-സ്റ്റാറിൻ്റെയൊക്കെ കളർ ഡിസ്പ്ലേയിലൊക്കെ ശരിക്കും നല്ലൊരു നോയ്സ് വരുന്നുണ്ട്. ഇപ്പോൾ നോയ്സ് കട്ട് ചെയ്യാനാണെങ്കിലും നമുക്ക് ഈ ബോർഡ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. കാരണം കുറച്ചൊരു അതിൻ്റെ ഒരു ഫ്രീക്വൻസി കുറച്ച് ഒന്ന് കൊടുക്കണമെങ്കിൽ ഈ ബോർഡ് നമ്മൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഗെയിൻ കുറച്ച് നമ്മുടെ ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഏത് രീതിക്കും കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന IC എന്ന് പറയുന്നത് JRCയുടെ ഒറിജിനൽ IC ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റിയിൽ നമുക്കത് അറിയാൻ സാധിക്കുന്നുണ്ട്. 10 രൂപയ്ക്കും 15 രൂപയ്ക്കും വരെ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് IC മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഒറിജിനൽ IC ആണ് ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 12.012 2 ആംപിയർ AC കൊടുത്താൽ മതിയാവും. അതായത് ഇതിൽ തന്നെ നമ്മൾ റെക്ടിഫയർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വയറിങ്ങിൻ്റെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെയാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. 12.012 ഒരു 2 ആംപിയർ ട്രാൻസ്ഫോമർ ഡയറക്റ്റ് ഇതിലേക്ക് കൊടുത്താൽ മതിയാവും. റെക്ടിഫൈ ചെയ്തിട്ട് ബോർഡിലേക്ക് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഓരോ ചാനലിൻ്റെയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഇതിലേക്ക് വയറിങ് സിമ്പിളായിട്ട് തന്നെ പ്ലഗ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോ സ്റ്റീരിയോയ്ക്കും ഓരോ കൺട്രോൾ എന്ന രീതിക്കാണ്, അതായത് 2 ചാനലിന് ഒരു കൺട്രോൾ എന്ന രീതിക്കാണ് നമ്മളിതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഗെയിൻ കുറയ്ക്കാനും കൂട്ടാനും സാധിക്കുന്നുണ്ട്. ഓവറോൾ ചെക്ക് ചെയ്തിട്ട് നല്ലൊരു പെർഫോമൻസ് തന്നെ ഈ ബോർഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ സൈറ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതിയാവും. ആവശ്യക്കാർക്ക് നമ്മുടെ സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യും. അതല്ലാതെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടും ഇത് മേടിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ റീൽസ് ഞാൻ വീഡിയോയുടെ ആഡ് ചെയ്യാം. നിങ്ങളത് ചെക്ക് ചെയ്യുക. അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് നമ്മുടെ സൈറ്റിൽ നിന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.